ഇല്ലാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ നേരത്തൊരാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും. കൈ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത് പോലെയാണ് പറയാ അള്ളാഹു 10 വട്ടം പറഞ്ഞു. എന്നിട്ട് മുഖത്തിന്റെ മേൽ ആ കൈ കൊണ്ട് മനോഹരമായിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ തടവി ദുആ ചെയ്തിട്ട് തടവുമല്ലോ. അങ്ങനെ ചെയ്താൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, സാമ്പത്തിക ഞെരുക്കുണ്ടാവില്ല. എപ്പോഴും അത്തരക്കാരുടെ വീട്ടിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തും. അത്തരക്കാർക്ക് സാമ്പത്തിക ബറക്കത്ത് അള്ളാഹു ഇട്ടുകൊടുക്കും, പടച്ചവൻ ഇട്ടുകൊടുക്കും. കാരണം വിളിച്ചിരിക്കുന്നത് അള്ളാഹ് എല്ലാം വിശാലമായി തരുന്ന റബ്ബേന. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും അതുകൊണ്ട് മാറ്റി തരും. ബിസിനസ് പൊട്ടിപ്പോയ സ്വർണ്ണം വെക്കും, ഭാര്യയുടെ സ്വർണ്ണം വെക്കും, പിന്നെ ഗൾഫിലേക്ക് മുങ്ങും. അതന്നെല്ലാം ചെറുപ്പക്കാരും പരിപാടി. മനസ്സിന് ആരോഗ്യം കുറവാണ്, തോൽക്കാൻ അറിയില്ല പുതിയ പിള്ളേർക്ക്, ജയം മാത്രം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്ന എമിലി ഡിക്കൻസന്റെ കവിത. എന്ന് പറഞ്ഞാൽ കുറച്ചിട്ടൊക്കെ തോറ്റിട്ടും പഠിച്ചിട്ടുമാണ് ജയിക്കാൻ എന്ന് പറഞ്ഞാൽ ഉറക്കിനെ അത് ജയിക്കുക. അപ്പൊ കുറച്ച് തോക്കും നമ്മുടെ ശരീരം, എന്നാലും തോറ്റു എന്നിട്ട് ജയിക്കും. അധ്വാനിച്ച് അതാണല്ലോ അധ്വാനം. പക്ഷേ പുതിയ കുട്ടികൾക്ക് അതാവുന്നില്ല. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, അതന്നെ പരിഹാരം. LLB കഴിഞ്ഞ ലീഗൽ വക്കീലിനേക്കാൾ ടോപ്പ് വക്കീൽ അൽ വക്കീലായ ഇന്നലെ പഠിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ 7000 കുട്ടികളെ കൊന്നിട്ടുണ്ട് ഫിറൗന്. എന്തിന്? മൂസാ നബി ജനിക്കുന്നു പേടിച്ചിട്ട്. എന്നിട്ട് മൂസാ നബിനെ ഫിറൗന്റെ കൊട്ടാരത്തിൽ തന്നെ അള്ള വളർത്തി. എന്നിട്ടോ മൂസാ നബിക്ക് പാല് കൊടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. 100-200 പെണ്ണുങ്ങൾ നേരെ വന്നു, ആരുടെ പാലും വേണ്ട. എന്നിട്ട് സ്വന്തം ഉമ്മ വന്നു കുടിക്കുമ്പോൾ ഫിറൗന് പ്ലേസ് നിങ്ങൾ തന്നെ നിൽക്കോ, ശമ്പളം തരാം, കളിയാണ് വേണ്ട. ഇത് പിള്ളേർക്ക് ചെറുപ്പത്തിൽ കൊടുത്തു നോക്കി. സൗർ ഗുഹയിൽ ശത്രുക്കൾ ഇങ്ങനെ വന്നു നിന്ന് സിദ്ദീഖുള്ളാഹി അടക്കം പറഞ്ഞു, അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയ എല്ലാ ആന നമ്മളെ കാണുന്ന നബിയെ അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ മതി. മറ്റത് വലിയ മെഷീൻ സംവിധാനം കൊടുക്കണ്ട, മുമ്പിൽ സമുദ്രം, ബേക്കിലും ഫിറൗനും ശത്രുക്കളും ഒന്നിച്ചിരിക്കുന്ന ബനൂ ഇസ്രായേലുകാർ വോൾട്ടേജ് കുറവാണ്. ഒരു പറഞ്ഞു ഇന്നലെ കല്ല പിടിക്കൂല, അത് ബേക്കിൽ ശത്രുക്കൾ മുമ്പിൽ സമുദ്രം ബേക്കിൽ പിടിക്കൂല എന്ന് പറയും. ഇന്ന മഹി റബ്ബി സയ്യിദീൻ, എൻ്റെ പേരൊന്നുണ്ട്, എൻ്റെ പേര് കളപ്പരല്ല, നിങ്ങളതിന് ജോയിന്റ് സെക്രട്ടറി പൊളിയായില്ല. അതേസമയത്ത് സിദ്ദീഖുള്ളാഹിനോട് പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ, നമ്മളെപ്പോഴും അള്ളുണ്ട് സിദ്ദീഖുള്ളാഹിന്. അതാണ് അതിൻ്റെ കാരണം. അപ്പം ഞാനിപ്പോൾ ആ ഒരു തക്കീക്കിലേക്കല്ല നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ തവക്കുല് ഈമാനൊക്കെ കൊടുത്താൽ പതറൂല. എന്റെ ബിസിനസ് വിജയിക്കാൻ എന്താ ചെയ്യുന്നത്? എന്റെ കച്ചവടം നന്നാകാൻ ചെറുകിട കച്ചവടങ്ങളാണ്, ചെറിയ ചെറിയ പലചരക്ക് പോലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. ഇതൊന്ന് വെച്ചുപിടിച്ച് വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആ കാര്യം ബറക്കത്തിലാകാൻ, ഒരു വീട് താമസിച്ചു തുടങ്ങാൻ, ഒരു കട ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ്, അതുപോലെ ഒരു വാഹനം, അതേപോലെ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഈ പറയാൻ പോകുന്ന ഒരു സൂറത്ത് ആ വീട്ടിൽ ബറക്കത്ത് നിറയാൻ നിങ്ങളെ പറയാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം വലിയൊരു സൂറത്താണ്. എന്നാൽ അത് മുഴുവൻ പാരായണം ചെയ്യും. അതിനകത്തുള്ള ഒരു ആയത്ത് പോലും വിടാതെ തജ്വീദോടുകൂടി നല്ല രൂപത്തിൽ ഒരു ഹർഫിൽ ഒരു വ്യത്യാസം പോലും വരുത്താതെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടെ ഞാൻ തുടങ്ങുന്ന ഈ സംരംഭം ബറക്കത്തിലാകണം, ഞാൻ തുടങ്ങുന്ന ഈ സംരംഭം വിജയത്തിലാകണം എന്ന ആഗ്രഹത്തോടെ റബ്ബിനെ മുന്നിൽ കൊണ്ടുവരുന്ന ഉസ്താദേ, എന്റെ ബിസിനസ് വിജയിക്കാൻ എന്താ ചെയ്യുന്നത്?